ഈ തൊപ്പിയുടെ ചാറ്റ് തന്നെ സ്പ്ലിറ്റായി, മനസ്സിലായി, തൊപ്പിയുടെ വ്യൂവർഷിപ്പ് തന്നെ സ്പ്ലിറ്റായി. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി വന്നിരുന്നൊരു ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ കെയർ ചെയ്യുന്നത് ചാറ്റിനെയാണ്. ചാറ്റിൽ കുറേ ആൾക്കാർ തൊപ്പിൻ്റെ ഭാഗത്ത് വെക്കും, കുറേ ആൾക്കാർ ഷെമീറിൻ്റെ ഭാഗത്ത് വെക്കും, കുറേ ആൾക്കാർ റാംബോയുടെ ഭാഗത്ത് വെക്കും, കുറേ ആൾക്കാർ മമ്മൂൻ്റെ ഭാഗത്ത് വെക്കും. എസ്പെഷ്യലി സ്ഥിരമായിട്ടൊരു തൊപ്പി വൈബിൽ, നിഹാദല്ല തൊപ്പി വൈബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഷെമീർ. ഒരു മോസ്റ്റ് മെജോറിറ്റി ഓഡിയൻസും ആ പഴയ തൊപ്പിയിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും എന്താ പറയുക, അങ്ങനെ കാണിച്ച് കൂട്ടുന്ന തെറി വിളിക്കുന്ന ഇങ്ങനത്തെ അട്രോസിറ്റീസ് ചെയ്യുന്ന തൊപ്പിയെ കണ്ട് കളിയാക്കി ചിരിക്കാനോ അല്ലെങ്കിൽ അത് കണ്ട് ഒരു എന്ന് പറഞ്ഞിരിക്കാനൊക്കെ താല്പര്യം ആ ഒരു ഫേസും ആ ഒരു കൈൻഡ് ഓഫ് ആക്ഷൻസും അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് അട്രോസിറ്റീസുമാണ് അവർ ഫീൽ അങ്ങനെ അങ്ങനെയുള്ള തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ വളർന്നത്. അവർ നോക്കുമ്പോൾ എന്താ ഷെമീറിൽ ഈ സാധനങ്ങൾ കുറച്ചുണ്ട്, മനസ്സിലായോ? അപ്പോൾ അവർ പൊതുവേ കാണുന്ന ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ വീഡിയോനകത്ത് ഞാൻ അല്ലാതെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇന്നെ ചവിട്ടിയിട്ട് അവരെ പൊക്കുന്ന രീതിയിലുള്ള, അതായത് നമ്മളെ കുത്താണ്, നമ്മളെ ഹേറ്റേഴ്സ് ആയിരിക്കും, നമ്മൾ ഇഷ്ടമില്ലാത്തവരായിരിക്കും. കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ തെറി പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു വടി കൈ കിട്ടണം. എന്ത് ഇന്ന താത്തിയുടെ ഒപ്പമുള്ള ആളിത് പൊക്കി വെക്കാൻ, മനസ്സിലായില്ലേ? ഇത് മനഃപൂർവ്വം കമ്മിറ്റ് വയ്ക്കും. എന്നിട്ട് എന്താ ഇത് കാണുന്ന അപ്പുറത്തുള്ള നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങുള്ള ഒരാൾക്ക് തോന്നും കൊള്ളാലോ ഇന്നയാൾ പൊക്കി പറയുന്നത്, സംഗതി പൊക്കി പറയുന്നത് ഈ ചെങ്ങായി എന്തിനാ പൊക്കി പറയുന്നത്, നമ്മളെ ചവിട്ടി താത്തനെ. അങ്ങനത്തെ സ്കീമുകൾ ഉണ്ട് ഇവിടെ, അങ്ങനെ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന അങ്ങനത്തെ വ്യൂവർഷിപ്പ് ഉണ്ട്. അത് തൊപ്പിക്ക് രാജ്യം കൂടുതൽ വരും ഈ അടുത്ത കാലത്തൊക്കെ. കാരണം ഇവരെ കമ്പൈൻ ലൈവ് ടീം ലൈവ് അത് ഭയങ്കര വിസിബിളാണ്, ചാറ്റിനകത്ത് വിസിബിൾ ആയിരുന്നു.